നമസ്കാരം. നമ്മുടെ കാരണഭൂതൻ്റെ ഈ വികൃതികളിലെ ഏറ്റവും അവസാനത്തേതാണ് വിവരദോഷി എന്നുള്ള വിളി. അതും ആരെ? ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ ആദരിക്കപ്പെടുന്ന ഒരാളിനെ, ഗീവർഗീസ് മാർ കൂറിലോസിനെ. അതൊരു പക്ഷേ ഇവർക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ഘടകകക്ഷികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. ആ വിളിയെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പെരുന്നയിലെ പോപ്പും രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധിക്ഷേപിച്ചതിനെ പരിഹസിച്ചിരിക്കുകയാണ്. ഗീവർഗീസ് മാർ കൂറിലോസ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആവശ്യമില്ലാതെ കാൽ നക്കാൻ പോയാൽ ഇതെല്ലാം കേൾക്കേണ്ടി വരുമെന്നായിരുന്നു സുകുമാരൻ നായരുടെ പരിഹാസം. സുകുമാരൻ നായരും നമ്മുടെ കാരണഭൂതനുമായിട്ട് അത്ര നല്ല ഇരിപ്പുവശമല്ലല്ലോ. കാരണം കാരണഭൂതൻ അവിടെ തിണ്ണനിരങ്ങാൻ പോയിട്ടില്ല, അതുപോലെ തന്നെ തിരികെയും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ NSS ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു BJP അനുകൂല നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ബിഷപ്പിൻ്റെ ഈ വാക്കുകൾ പിണറായി വിജയൻ ഇങ്ങനെ വിവരദോഷി എന്ന് പറഞ്ഞതിൽ അത് കണക്കായി പോയി എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ പെരുന്നയിലെ പോപ്പും. ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ പിണറായി സർക്കാരിന് ബംഗാളിലെയും ത്രിപുരയിലെയും ഗതി വരുമെന്നും ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണെന്നും ഇതിലും വലിയ തിരിച്ചടി ഇനി ഉണ്ടാകുമെന്നും മറ്റുമാണ് ഗീവർഗീസ് മാർ കൂറിലോസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനെതിരെയാണ് പുരോഹിതന്മാരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്ന് നമ്മുടെ കാരണഭൂതൻ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി കണ്ണുരുട്ടിയതോടെ യാക്കോബായ സഭ തങ്ങളുടെ മുൻ ഭദ്രാസനാധിപനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു. ഇതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പം. കാരണഭൂതൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരായി തീർന്നിരിക്കുകയാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള ചില സഭകളും അതുപോലെ ബിഷപ്പുമാരും ഒക്കെ. തൻ്റെ ഇടം കാണിച്ച ഈ മുൻ ഭദ്രാസനാധിപൻ അദ്ദേഹം അവസാനം ഫേസ്ബുക്ക് പോസ്റ്റ് വരെ പിൻവലിക്കേണ്ട ഗതികേടിലും എത്തി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പെരുന്നയിലെ പോപ്പ് പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള അത് തൻ്റെ ഇടത്തോടുകൂടി ആ പ്രയോഗം തന്നെ നടത്തിയിരിക്കുകയാണ് പോപ്പ്. ഈ ഇങ്ങനെയുള്ളവരുടെയൊക്കെ കാല് നക്കാൻ പോയി കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഈ പലർക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തം. ഈ പെരുന്നയിലെ പോപ്പ് പറഞ്ഞതിനെ നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ. കാരണം ഇത് മുൻകാലങ്ങളിൽ നായന്മാർക്കും ഈ ഗതി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴായിരിക്കും ഈ ഭദ്രാസനാധിപന്മാരുടെ അടുക്കൽ പോയി നമ്മുടെ കാരണഭൂതൻ ഹസ്തദാനം നൽകി അവരെ വീണ്ടും പഴയ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരും. പണ്ട് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചില്ലേ? ഒടുവിലെന്തായി? അവർ തമ്മിൽ രമ്യതയിലെത്തുകയും ചെയ്തു. പലപ്പോഴും ഇത്തരത്തിലുള്ളവരെല്ലാം തന്നെ ഈ കാരണഭൂതൻ്റെ മുന്നിൽ നട്ടെല്ല് വളച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണിപ്പോൾ ഈ മുൻ ഭദ്രാസനാധിപനെ തള്ളിയിട്ട് സഭ കാരണഭൂതനെ വണങ്ങി നിൽക്കുകയാണ്.